ശരി, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നിലനിർത്താൻ ഇറങ്ങുന്ന CPM-ന് ഇക്കുറി ഏറ്റവും വലിയ തലവേദനയാണ് വിമതശല്യം. കോർപ്പറേഷൻ പരിധിയിലെ പ്രധാനപ്പെട്ട 4 വാർഡുകളിൽ CPM-ന് വെല്ലുവിളിയായി വിമതരുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രതിസന്ധിയെ എങ്ങനെ CPM അതിജീവിക്കുമെന്ന് കണ്ടറിയണം. ദീർഘകാലം പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിൽ പ്രവർത്തിച്ചവർ, സംഘടനയുടെ വളർച്ചയ്ക്ക് അടിത്തട്ടിൽ കെട്ടുറപ്പ് പാകിയവർ, ഇന്നവർ പാർട്ടിക്കൊപ്പമല്ല. തിരുവനന്തപുരത്ത് CPM നേരിടുന്ന പ്രധാന വെല്ലുവിളി വിമതരുടേതാണ്. കോർപ്പറേഷൻ പരിധിയിലുള്ള 4 നിർണായക വാർഡുകളിൽ CPM-ന് വിമതരെ മറികടക്കണം. ഉള്ളൂരിൽ K. ശ്രീകണ്ഠനാണ് വിമതൻ. 18 വർഷക്കാലം ലോക്കൽ കമ്മിറ്റി മെമ്പറും പാർട്ടി പത്രത്തിന്റെ മുഖ്യ ചുമതലക്കാരനുമായിരുന്നു ശ്രീകണ്ഠൻ. എന്തുകൊണ്ട് പാർട്ടിക്കെതിരായി മത്സരിക്കുന്നു എന്ന ചോദ്യത്തിന് ശ്രീകണ്ഠന് കൃത്യമായ ഉത്തരമുണ്ട്. LDF കാൻഡിഡേറ്റായിട്ട് എന്നെ തീരുമാനിച്ചു, എന്നോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞു. ഔദ്യോഗികമായ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന സമയത്താണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ട് ഇതിൽ മാറ്റം വരുത്തിയത്. ഉള്ളൂരിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ വാഴോട്ടുകോണത്തും CPM വിമതശല്യം നേരിടുന്നു. 13-ാം തീയതി ഫലം വരുമ്പോൾ പാർട്ടി ഇപ്പോഴത്തെ നിലപാട് തിരുത്തുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ് വിമത സ്ഥാനാർത്ഥി KV മോഹനൻ. ഈ പാർട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അത് എങ്ങനെയെങ്കിലും തടയിടാൻ എൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം ഉപകരിക്കുമെങ്കിൽ അതാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉള്ളൂരിലും വാഴോട്ടുകോണത്തും കണ്ടത് തന്നെയാണ് ചെമ്പഴന്തിയിലും. പാർട്ടിയോടും നേതാക്കന്മാരോടും കലഹിച്ച് ആനി അശോകൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. തന്നെ അറിയുന്ന നാട്ടുകാർ ഒപ്പമുണ്ടാകുമെന്ന് ആനി. ഞാൻ മത്സരിക്കുന്ന പറഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും എന്നോട് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു സമീപനമാണ്. എല്ലാ സ്ഥാനാർത്ഥികളും പോലെ ഞാനും പ്രതീക്ഷയിലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാൻ വിമതർ രംഗത്തിറങ്ങാറുണ്ടെങ്കിലും അവസാനം പത്രിക പിൻവലിച്ച് പാർട്ടിക്ക് വഴങ്ങുന്ന പതിവാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ഇടതുമുന്നണിയെ സംബന്ധിച്ച് കാര്യങ്ങൾ കടുപ്പമാണ്. എങ്ങനെ വിമത വെല്ലുവിളി CPM മറികടക്കുമെന്നാണ് അറിയേണ്ടത്. ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1, തിരുവനന്തപുരം.